നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, അവരുടെ മനസ്സിൽ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും അവരുടെ മനസ്സിലെ എനർജി എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഏത് വ്യക്തിനെയാണോ നിങ്ങൾ ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിൽ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ നിങ്ങൾക്കിടെ ബന്ധത്തിൽ എന്തു മാറ്റമാണ് വരേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബന്ധം, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചു പോകാൻ പറ്റുന്നതായിട്ടും ഒക്കെ ഏതാണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് അഫർമേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പറയാൻ ശ്രമിക്കുക. ലൈഫിൽ മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു നേരമ്പോക്കായിട്ടോ നിങ്ങൾ കാണരുത്. കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്യുന്ന വ്യക്തികൾക്ക് 100% മാറ്റം വരുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ടൊരു മറുപടി ലഭിക്കുന്ന എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലെയും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി കാണാനും, അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കേജോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ട് അറിയാനും ഒക്കെ നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് കറൻറ്റിൽ അവരൊരു സ്ട്രെസ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കർമ്മ നേരിടേണ്ടി വന്നിരിക്കുന്ന കാർമിക് റിലേഷനിൽ പെട്ടുപോയ സിറ്റുവേഷൻസും ഒക്കെ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ട്രാജഡി നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അവർ നിങ്ങളോട് വളരെ മോശമായിട്ടും നിങ്ങളെ തളർത്തി കളയുകയും നിങ്ങളെ അവഗണിക്കുകയും അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലൊക്കെ ഉള്ള ബിഹേവിയർ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു എടുത്തുചാട്ടമായി പോയെന്നും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അവർക്കൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ടെന്നുമൊക്കെ നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾക്കൊരു ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കണും വളരെ സ്ട്രെസ് എനർജിയും നൽകിയതായിട്ട് കാണുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻസിലും ആരെയൊക്കെ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് മുൻ സമയങ്ങളിൽ ഭയപ്പെടേണ്ടി വന്ന സിറ്റുവേഷൻസും ഇവരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടോ പരിഗണനയോ ലഭിക്കാതെ പോയ സമയങ്ങളും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ വല്ലാത്ത ഒരു ഒരു പടുകുഴിയിലേക്ക് തള്ളിയിട്ട ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ ഒരുപാട് മാനസിക പിരിമുറുക്കം നേരിട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇതിനകത്ത് മാർച്ച് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും ജൂലൈ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ചെറിയൊരു എനർജി പോലെ നിൽപ്പുള്ളൂ കേട്ടോ. അത് ഒരുപാട് പേരിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല. ഒരു ഹാഫ് ആൻ എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു പെയിൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്ന ബന്ധത്തെയാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ടൈം അവർ വളരെയധികം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു കാണാം. പോകെ പതുക്കെ ഒരു ബന്ധത്തിൻ്റെ എനർജി ലോസായ പോലെയും ഇതിനകത്ത് ഒരാൾ മാത്രം കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ പൂർണ്ണമായിട്ടും റിലേഷനിൽ നിന്നും പുറത്തു പോയതായിട്ടുള്ളൊരു എനർജിയുമാണ് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ്ലി ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ തളർത്തി കളയുന്നതായിട്ടും നിങ്ങളുടെ വാല്യൂ അവരിപ്പോൾ കറൻറ്റ്ലി മനസ്സിലാക്കുന്നതായിട്ടും നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് കുറ്റബോധപ്പെടുന്നതായ സിറ്റുവേഷൻസും അവരുടെ മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഒരു പക്ഷേ അവരൊരു ലീഗൽ പ്രോബ്ലംസിനെ എന്തെങ്കിലും വരാൻ പോകുന്ന എന്തോ ഒരു വലിയൊരു ആപത്തിനെക്കുറിച്ച് വിപത്തിനെക്കുറിച്ച് അവർ വല്ലാതെ ഭയപ്പെടുന്നൊരു സിറ്റുവേഷൻസ്
സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്കിടയിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ലീഗലി ഒരു മധ്യസ്ഥതയുടെ ആവശ്യം വരേണ്ടി വരുന്നതായിട്ടും മറ്റൊരാളുടെ സാന്നിധ്യത്തിലൂടെ മാത്രം നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ എന്നുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സിംഗിൾ എനർജിയിലേക്ക് നോക്കുമ്പം ഇതൊരു മാര്യേജ് എനർജിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർ ആക്ഷൻ എടുക്കണം. നിങ്ങളുടെ പേഴ്സൺ തന്നെ ഇതിനകത്തൊരു സ്ട്രോങ് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്തൊരു വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു പേഴ്സൺ വല്ലാതെ നിരാശപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധമുള്ള ഒരു നിസ്സഹായത ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അവർക്ക് വലിയൊരു പ്രിയപ്പെട്ട ഒരു വല്ലാത്തൊരു വാല്യുബിളായ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് ഈ ഒരു ബന്ധത്തിൽ അവർക്ക് സ്നേഹമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമായിരുന്നു കേട്ടോ. ഒരു കുറച്ച് നാൾ ഒരുപാട് ആയുസില്ലാത്ത രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളോട് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളൂ എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വല്ലാതെ അഡിക്റ്റഡ് ആയിരുന്നു. നിങ്ങളുടെ ലോകം തന്നെ ഒരു പേഴ്സണുമായിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്കുണ്ടായിരുന്ന അത്രത്തോളം ഒരു കമ്മിറ്റഡ് എനർജി ഈ ഒരു പേഴ്സണ് ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നു. അത് അവരിപ്പം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികൾ, ഒരു രീതിയിലും കണക്റ്റഡ് അല്ലാതെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ ചെയ്ത പ്രവർത്തികൾ ഓർത്ത് അവർ സ്വയം കുറ്റബോധം അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിനകത്തൊരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഒരു വിവാഹം പോലുള്ള എനർജിയോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത, പ്രശ്നങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസിന് ഒരു പരിഹാരം എന്നത് മറ്റൊരാളുടെ ഒരു അഡ്വൈസിൻ്റെ, മറ്റൊരു പേഴ്സൻ്റെ സാന്നിധ്യം വേണം. അതായത് നല്ല രീതിയിൽ അറിവുള്ള ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ബന്ധത്തിൽ വേണ്ടി വരും. അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ചിന്തിക്കുമ്പോൾ സ്ട്രെസ് എനർജി ആണെങ്കിലും അത് തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കറൻറ്റ്ലി നിങ്ങളോട് അവർക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ, അതായത് അവർ ചിന്തിക്കുന്നത് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളൊന്ന് പൂർണ്ണതയിൽ എത്തിയിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നേരത്തെ പാസ്റ്റിൽ നിങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കേണ്ട സ്നേഹത്തെ അവർ ഹൈഡ് ചെയ്തത് തെറ്റായി പോയെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ ആ ഒരു സമയത്ത് അവരറിയാതെ കുറച്ചൊരു ഈഗോ എനർജി കണക്ട് ചെയ്ത് വന്നിരുന്നു. അതായത് നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത് അവർക്കൊരു കുറച്ചിൽ പോലെ ഫീൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു സെൽഫിഷ് ഫീലിങ്സും അവർക്ക് തോന്നി. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഒരുപാട് അഡിക്റ്റഡ് ആണെന്നും നിങ്ങൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ മാത്രം ഒരു ലോകമായിട്ട് കാണുന്നു എന്നുള്ളത് എല്ലാം ഇവർക്കൊരു പക്ഷേ ഒരു മടുപ്പും വെറുപ്പും ഫീൽ ചെയ്യാനും അത് പിന്നീട് ഒരു സെൽഫിഷ് എനർജിയിലേക്ക് അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നതിന് കാരണമാവുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പം നിങ്ങളോട് അവർക്ക് സ്നേഹമാണ്, പക്ഷെ അത് ഹൈഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. നിങ്ങളെ ഒന്ന് കോൾ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നാലോ നിങ്ങളോട് ആ ഒരു സ്നേഹം, അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന ആ ഒരു സ്നേഹത്തെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ ഷെയർ ചെയ്താലോ എന്നൊക്കെ അവർ ആലോചിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി കുറഞ്ഞ സമയത്ത്, അല്ല പെട്ടെന്ന് ചില സമയത്ത് നമ്മൾക്കിടെ ചിന്തകൾക്കൊരു പല എനർജികൾ കടന്നു വരും. ചിലപ്പോൾ നമ്മൾ വളരെയധികം മെച്യൂരിറ്റിയോട് കൂടി ചിന്തിക്കും, ചില സമയത്ത് നമ്മൾ വളരെയധികം ഒരു ഇമോഷണലി ആയിട്ട് ചിന്തിക്കും, ചില സമയത്ത് നമ്മൾ യാതൊരുവിധ മെച്യൂരിറ്റി ഇല്ലാതെ ചില ചിൽഡ്രൻസ് ക്യാരക്ടറോട് കൂടി ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിൽഡ്രൻസ് ക്യാരക്ടറിൻ്റെ എനർജി ഇവരിലേക്ക് വരുമ്പം അവർക്ക് പെട്ടെന്നൊന്ന് കോൾ ചെയ്താലോ മെസ്സേജ് ചെയ്താലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരിലേക്ക് വരികയും ആ സമയത്ത് തന്നെ അവർ ഒരു മെച്യൂരിറ്റിയിലേക്ക്, ആ ഒരു പഴയതുപോലുള്ള ഒരു ഈഗോ, സെൽഫിഷ് എനർജി പോലെ ഇമോഷണൽ ഈഗോയിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതല്ലേ വേണ്ട, കുറച്ച് കഴിയട്ടെ, വെയിറ്റ് ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കാം എന്നൊക്കെയുള്ളൊരു ഫീലിങ്സിലേക്ക് അവരുടെ ചിന്തകളും സാഹചര്യങ്ങളും മാറുന്നതായിട്ട് കാണേണ്ടി വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് അവർ പെട്ടെന്ന് ചിന്തിക്കുന്നതായിട്ടും കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങൾ, കാരണം
കാരണം ഇതിനകത്തൊരു ഏജ്ഡ് ആയ വ്യക്തികളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ വിവാഹപ്രായം കഴിഞ്ഞ വ്യക്തികളാവാം, അതല്ലെങ്കിൽ മാര്യേജ് കഴിഞ്ഞ പാർട്ട്നേഴ്സ് ആകുമ്പോഴും ഒരു 40 അബോവിലേക്കൊക്കെ ചെന്ന വ്യക്തികളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ദ മജീഷ്യൻ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്, ഒരു മാജിക്കൽ എനർജിയാണ്. അതായത് ഇതിനു മുൻപ് നിങ്ങളുടെ റിലേഷനിൽ പാസ്റ്റിലേക്ക് നോക്കുമ്പം ഒരു ഇമോഷണൽ പെയിൻ അനുഭവിച്ചെങ്കിൽ, ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് തോന്നുകയും ഇമോഷണൽ ചീറ്റിങ്, അതായത് നിങ്ങളെ ഇമോഷണലി ഒരു പേഴ്സൺ ശരിക്കും പാസ്റ്റിൽ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വല്ലാതെ പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് ഈ വ്യക്തിയുടെ പ്രസൻസ് കാരണം ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകളും, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള സംസാരത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസും, ഒരുപാട് ഹാർട്ട് ബ്രോക്കൺസ് എനർജിയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് അവസാനിച്ചിരുന്നെങ്കിൽ, കാര്യങ്ങളെല്ലാം ഒന്ന് പോസിറ്റീവായെങ്കിൽ, ഈ ഒരു ബന്ധത്തിൽ ഒരു മിറാക്കിൾ സംഭവിച്ചിരുന്നെങ്കിൽ എന്നവർ ശരിക്കും ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത്, അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് തെറ്റായി പോയെന്നുകൂടി അവർ ശരിക്കും ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ചാരിയറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു ആക്ഷൻ വേണം, ഇമോഷണലി ഒരു മൂമെൻറ്റ്സ് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു റിലേഷൻ നിങ്ങൾ ആരെയാണ് മനസ്സിൽ ചിന്തിച്ചതെങ്കിലും ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബന്ധമാണ് കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഒരു മിസ്യൂസിങ് എനർജി കൂടി കാണുന്നുണ്ട്. ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ ഇവർ ഉപയോഗിച്ചിട്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോയ സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് നിങ്ങളെ ഇവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം, ഫിസിക്കലി നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടാവാം, ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ തന്നു, അത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവരെയും കൂടി ഒരു ബന്ധത്തിലേക്ക് ഇൻവോൾവ് ആക്കാൻ ഇവർ കാരണമായിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലുള്ള ചീറ്റിംഗ് പ്രസൻസ് നിങ്ങൾക്ക് നൽകിയത് ഇവരെ സംബന്ധിച്ച് ഇവർക്കിപ്പോൾ വല്ലാതെ കുറ്റബോധം ഫീൽ ചെയ്യുന്നു. അവരതൊരു ഭയത്തോടു കൂടി കാണുന്നു. അവരുടെ മുന്നോട്ടേക്കുള്ള ജീവിത യാത്രയിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾക്ക് ആക്ഷൻ എടുത്താലും അവിടെയെല്ലാം അവർക്കൊരു വമ്പൻ പരാജയം വരുമോ എന്നുള്ളൊരു ഭയം അവരെ പിന്തുടരുകയും, കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് അവരൊരു ഇമോഷണൽ ആക്ഷൻ, കാര്യങ്ങളെ ഒന്ന് ക്ലാരിറ്റി വരുത്തിയാലോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. സ്ട്രെങ്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പറയാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു സ്റ്റക്നെസ്, കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും അവരൊരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക്, ഒരു പവർഫുൾ ആകുന്ന തീരുമാനത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷനിൽ ഇത്രയും വലിയൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ട്രാജഡി എല്ലാം ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു പേഴ്സൻ്റെ തന്നെ ഇടപെടലാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. ഈ വ്യക്തിയാണ് ഇതിനെല്ലാം മെയിനായിട്ട് കാരണം. നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയതും, ഈ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തതും, പിന്നീട് ഈ ബന്ധത്തിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയതും ഒരു 2 ഫേസ് എനർജിയിൽ, അതായത് അവർക്ക് തട്ടുകേട് വരാത്ത വിധം അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയും നിങ്ങളെ ശരിക്കും അവരൊന്ന് കുരങ്ങ് കളിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും അവരൊന്ന് എന്താ പറയുക ചൂസ് ചെയ്തു. നിങ്ങളുടെ ആ ഒരു ബലഹീനതയെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ, വിശ്വാസത്തെ അവർ ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കറൻറ്റ്ലി അവരൊരു ഇമോഷണൽ ബാലൻസിലേക്ക് ഈ കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ഒരു തിരിച്ചറിവിൽ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ കേട്ടോ. നിങ്ങളോടുള്ള സ്നേഹത്തെക്കാളും റെസ്പെക്റ്റിനേക്കാളും ഒക്കെ ഉപരി നിങ്ങളോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഈ ഒരു പേഴ്സണ് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. പാസ്റ്റിലേക്ക് നോക്കുമ്പം അവരുടെ മുമ്പിൽ അവസരമുണ്ടായിരുന്നു, നല്ലൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സമയവും അവസരവും ഉണ്ടായിരുന്നു. ഈ റിലേഷനെ ഹെൽത്തി എനർജിയിലേക്ക് അവർക്ക് കൊണ്ടുപോകാമായിരുന്നു. അതല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു ബന്ധത്തിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനും സാധിക്കുമായിരുന്നു. പക്ഷെ അവരെടുത്ത ആക്ഷൻ തെറ്റായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് അവർ ഈ ഒരു ബന്ധത്തിന് നടപടി എടുത്തതെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവരെ സംബന്ധിച്ച് ഒരു സ്തംഭന അവസ്ഥ നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ.
അതായത് ചെകുത്താനും കടലിനും നടുക്കെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ചിന്തിക്കുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരും. നിങ്ങളിലേക്ക് വരാതിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പശ്ചാത്താപവും വല്ലാത്ത മാനസിക പിരിമുറുക്കവും അവരനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ടോട്ടലി അവർക്ക് വല്ലാത്ത ഒരു സ്തംഭന അവസ്ഥയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അവർക്ക് സ്വയം ലഭിക്കുന്നില്ല. കാരണം നമുക്ക് ചില തീരുമാനങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ അത് തന്നെ നമ്മുടെ ലൈഫിൽ നഷ്ടമായാലും ലാഭമായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് രണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് എനർജി ഉള്ളവരെ സംബന്ധിച്ച് ഇമോഷണൽ വെയിറ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവരുടെ ഉള്ളിൽ ചില സമയത്ത് സക്സസ് ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്നവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇതിനകത്തൊരു സക്സസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ശരിക്കും റൈറ്റ് ടൈം നോക്കി ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ, പാസ്റ്റിൽ കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെട്ട് ഇനി ഫ്യൂച്ചറിലേക്കെങ്കിലും ഈ ഒരു പേഴ്സൺ കറക്റ്റായിട്ടൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ സക്സസ് ആണ് കേട്ടോ. കാരണം നിങ്ങളൊരു ഡെസ്റ്റിനിയിൽ പെട്ട വ്യക്തികളാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ ലൈഫ് തന്നെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒരാൾ മാത്രമേ ആയിരുന്നുള്ളൂ കമ്മിറ്റഡ് ആയിട്ട് നിന്നതെന്നുള്ളതും, മറ്റൊരാളെ സംബന്ധിച്ച് ചില അഡിക്ഷൻ എനർജി മാത്രം, അതായത് ചെറിയൊരു മിസ്യൂസിങ് എനർജി, ഒരു ചീറ്റിംഗ് പ്രസൻസോട് കൂടിയ മൈൻഡോട് കൂടി ഒരാൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുകയും ഒരാൾ ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ശക്തമാകുന്ന വെല്ലുവിളി ഉണ്ട് ഈ ഒരു റിലേഷനിൽ. ഒരു പക്ഷേ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് നിങ്ങൾക്ക് സമാന്തരമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ മദർ എനർജിയുടെ പ്രസൻസോ മറ്റൊരു വെല്ലുവിളി ഒരു ബന്ധത്തിൽ ഔട്ട്സൈഡ് എനർജിയിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ശരിക്കും ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നൽകണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ഇതൊരു കാർമിക് ബന്ധത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു മിസ്യൂസിങ്, ഒരു അഡിക്ഷൻ, ഒരു എന്താ പറയുക, ഒരു ആകർഷണീയമാകുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് നിന്നതുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചോ അവരെ സംബന്ധിച്ചോ ബന്ധത്തിനൊരു പൂർണ്ണത ലഭിക്കാതെ പോയതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മുന്നോട്ടേക്ക് അവർ പോകുമ്പോഴും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പാഷൻ എനർജി, അവരുടെ മനസ്സിനകത്തുള്ളൊരു ആഗ്രഹമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് മുന്നോട്ടേക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞു എന്ന് പറയാനും പറ്റുന്നില്ല. എന്താണെങ്കിലും ഒരു റിസ്ക് എടുക്കേണ്ട ബന്ധമാണ്. കുറച്ചൊരു പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ്, കുറച്ച് ഈ ഒരു ബന്ധത്തിനകത്ത് ഈ ഒരു പേഴ്സൺ പ്രാധാന്യം കൊടുത്താൽ, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്താൽ മാത്രമാണ് ഈ ഒരു റിലേഷൻ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാലം ചേഞ്ചിങ് ആവും കേട്ടോ, കാലം മാറുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷനിൽ പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം, നിങ്ങൾക്കൊരു കറക്റ്റായിട്ടൊരു ആൻസർ ഈ ഒരു ബന്ധത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ പിന്നാലെ നിങ്ങൾ പോകുന്ന പ്രവൃത്തി ഉള്ളവർ അത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. കാരണം ഒരു സെൽഫ് ലവ് എനർജിയിൽ നിന്നാൽ മാത്രമാണ് ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കണക്റ്റഡ് ആവാൻ സാധ്യതയുള്ളൂ പെട്ടെന്ന്. പിന്നെ ഇതിനകത്ത് കാലത്തിൻ്റെ ഒരു എനർജി, സമയത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള റിലേഷൻ ആണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ കാർമിക് സമയമാണ്, അതായത് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മറ്റുള്ളവർ നിങ്ങളുമായിട്ട് ശത്രുഭാവത്തിൽ നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. അതുമാത്രവുമല്ല, ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ പെട്ടവരോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ റിലേഷനിൽ പെട്ടവരോ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ വരുന്നത് ശത്രുഭാവത്തിലുള്ളവരാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിലേഷനിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ.
ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു മാജിക്ക് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കും. നമ്മുടെ മജീഷ്യൻ എനർജി പോലെ ഒരു മാജിക്കൽ എനർജി ഒരു ബന്ധത്തിൽ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കാത്തിരിപ്പിന്, നിങ്ങൾ ഈ ഒരു റിലേഷനിന് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം റിയൂണിയൻ എനർജി തന്നെയാണ്. പക്ഷേ റിയൂണിയൻ എനർജിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം നൽകുന്ന ഒരു റിലേഷൻ കൂടിയാണ് ഈ ഒരു ബന്ധം. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നാലും ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓവർ കൺട്രോൾ ചെയ്യുക എന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലൈഫ് ലോങ് കമ്മിറ്റഡോടുകൂടി ലഭിക്കുക എന്നതും അസാധ്യമാണ് കേട്ടോ. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റിയൂണിയൻ സംഭവിക്കുമ്പം നിങ്ങൾ ഒരിക്കലും ആ ഒരു പേഴ്സണിലേക്ക് അഡിക്റ്റഡ് ആവുകയോ അവരിലേക്ക് ഓവർ കൺട്രോളിങ് കൊടുക്കുകയോ ചെയ്യാതെ നിങ്ങൾ ഓൾറെഡി ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നഷ്ടവും ചീറ്റിങ്ങും നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രതിജ്ഞാബദ്ധത അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമാകുന്ന പരിഗണന ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ജസ്റ്റിസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ഉണ്ട്, നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഹാപ്പിനെസ്സോട് കൂടി ഇരിക്കുക. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സെൽഫ് ലവിലേക്ക് പോയാൽ നിങ്ങൾ നിങ്ങളിലേക്കൊരു പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ വരികയുള്ളൂ. അതല്ല നമ്മളൊരു വ്യക്തിയിലേക്കോ സിറ്റുവേഷൻസിലേക്കോ ഓവറായിട്ട് കമ്മിറ്റഡ് ആയാൽ നമ്മളുടെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ പോകുമെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ.